സിബി മലയിൽ സാറിൻ്റെ മനോഹരമായ ഒരു സിനിമയുടെ സംഗീത ചർച്ചാവേളയാണ്. നൃത്തത്തിനും അതുപോലെ തന്നെ കഥകളിക്കും പ്രാധാന്യമുള്ള സിനിമയാണ്. ലോഹിതദാസ് സാറാണ് അതിൻ്റെ കഥയും തിരക്കഥയുമെല്ലാം. വളരെ പ്രശസ്തനായ, നമ്മളുടെ നമ്മളുടെ എല്ലാ അഭിമാനമായ, അഹങ്കാരമായ രവീന്ദ്രൻ മാഷാണ് അതിന് മ്യൂസിക് ചെയ്യുന്നത്. ഒരു നിർബന്ധ ബുദ്ധിയുള്ള ആളാണ് രവീന്ദ്രൻ മാഷ്. മറ്റൊന്നുമല്ല, സിനിമയ്ക്ക് പാട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് സിനിമയുടെ കഥ പൂർണ്ണമായും അറിയണം, ആ കഥ പറഞ്ഞു കൊടുക്കണം. ആ രംഗങ്ങൾക്കനുസരിച്ചാണ് അദ്ദേഹം രാഗങ്ങളെ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ രവീന്ദ്രൻ മാഷ് ലോഹിതദാസ് സാറിനോട് പറഞ്ഞു, താങ്കൾ ഏത് രംഗത്തിന് വേണ്ടിയ പാട്ടാണ് അത് പറയൂ. അപ്പോൾ ലോഹിതദാസ് സാറിന് പ്രധാനമായിട്ടും കഥകളിയെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്, കഥകളി നൃത്തവും ഒക്കെയാണ്. അപ്പോൾ ലോഹിതദാസ് സാർ പറഞ്ഞു, ചേട്ടാ കഥകളിയാണ് നമ്മുടെ പ്രധാനമായിട്ട്, കഥകളി വേഷങ്ങളാണ്. രവീന്ദ്രൻ മാഷ് കഥകളിയെക്കുറിച്ച് വലിയ പിടിയില്ല. സംഗീതം പഠിച്ച ആളാണെങ്കിലും അദ്ദേഹം കഥകളി സംഗീതം പഠിച്ചിട്ടില്ല. എന്നാൽ ലോഹിതദാസ് സാർ ആകട്ടെ ഒറ്റപ്പാലം, ഷൊർണൂര്, ചെറുതുരുത്തിക്കൊക്കെ അടുത്തുള്ള ആളാണ്. കലാമണ്ഡലവുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ്. ധാരാളം ഗാനങ്ങൾ, കഥകളി സംഗീതങ്ങൾ, സോപാന സംഗീതങ്ങൾ കേട്ട് വളർന്നിട്ടുള്ള ആളാണ്. അത് ഉള്ളിലുണ്ട്, പക്ഷെ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അവസാനം ലോഹിതദാസ് സാർ പറഞ്ഞു, ചേട്ടൻ കുറച്ച് രാഗങ്ങൾ പാടൂ. അങ്ങനെ രവീന്ദ്രൻ മാഷ് രാഗങ്ങൾ പാടും. വെളുത്തിരുട്ടുവോളം രാഗങ്ങൾ പാടും. എന്നിട്ട് ഓഫ് ചെയ്യും, കിടക്കും. പിറ്റേ ദിവസം ഇത് തന്നെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഓടി വന്നിട്ട് ലോഹിതദാസ് സാർ പറഞ്ഞു, ഇന്നലെ 3 മണിക്ക് ചേട്ടൻ പാടിയ ആ രാഗം അതേതാ, അതൊന്ന് പാടൂ. അപ്പോൾ അതേതാന്ന് രവീന്ദ്രൻ മാഷ് അറിയില്ല. എത്രയോ രാഗങ്ങൾ അദ്ദേഹം പാടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അവസാനം അവരത് പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ ആ 3 മണിക്ക് പാടിയ രാഗം, ഇത് തന്നെ, ഇതാണ് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, ലോഹിതദാസ് സാറിൻ്റെ ആ കണ്ടെത്തൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. മനോഹരമായ രാഗം മാണ്ടായിരുന്നു രവീന്ദ്രൻ മാഷ് പാടിയത്. ആ രാഗത്തിനെ ബേസ് ചെയ്ത് അതിസുന്ദരമായ ഒരു ഗാനം അവിടെ പിറവിയെടുക്കുകയായിരുന്നു. സായന്തനം ചന്ദ്രിക ലോലമായി നാലമ്പലം നലമിഴും സ്വർഗമായി മനയോല ചാർത്തി കേളി വസന്തം ഉണരാത്തതെന്തേ പ്രിയതേ. ആഹാ, ഇതിൽ പരമൊരു ഗാനമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ ഗാനത്തിന് പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട്. ഈ ഗാനം രവീന്ദ്രൻ മാഷ് ചിട്ടപ്പെടുത്തി. ലോഹിതദാസ് സാറിൻ്റെ ആ കണ്ടെത്തലാണ്. സംഗീതം ഉള്ളിലുണ്ട് അദ്ദേഹത്തിന്, പുറത്തേക്ക് പാടാൻ അറിയില്ലെങ്കിലും. അങ്ങനെ മനോഹരമായ ഈ ഗാനം ചിട്ടപ്പെടുത്തി ദാസേട്ടൻ റെക്കോർഡിങ്ങിന് വരികയാണ്. ദാസേട്ടന് ഒരു നിർബന്ധമുണ്ട്. രവീന്ദ്രൻ മാഷിൻ്റെ പാട്ടൊക്കെ ദാസേട്ടന് വേണ്ടി രവീന്ദ്രൻ മാഷ് തന്നെ പാടണം, ട്രാക്ക് പാടണം. കാരണം അതിൻ്റെ ഭാവതലങ്ങൾ ഉൾക്കൊണ്ട് ദാസേട്ടന് പാടണമെങ്കിൽ അത് രവീന്ദ്രൻ മാഷ് തന്നെ പാടി കേൾക്കണം. പക്ഷേ രവീന്ദ്രൻ മാഷിന് ഭയങ്കര വിശപ്പ്. അദ്ദേഹം ആകെ തളർന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ ചിത്രചേച്ചി അവിടെ ഉണ്ട്. ചിത്രചേച്ചിയും ആ സിനിമയിൽ ധാരാളം ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അവസാനം ഇത് പാടിക്കൊടുക്കാൻ രവീന്ദ്രൻ മാഷിന് വയ്യ, തളർന്നിട്ടുണ്ട്. ചിത്രചേച്ചിയോട് ചോദിച്ചു, നിന്റെ കയ്യിൽ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് വിശന്നിട്ട് വയ്യ. ചിത്രചേച്ചിയുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ രവീന്ദ്രൻ മാഷ് പറഞ്ഞു, ദാസേട്ടൻ ഇപ്പം വരും, ഇനി എന്ത് ചെയ്ത് പാടിയില്ലല്ലോ. ചിത്രചേച്ചി വെറുതെ ചോദിച്ചു, മാഷേ ഇതിൻ്റെ ട്രാക്ക് ഞാൻ പാടിയാലോ? എന്നാൽ അത് മതി, ചിത്ര പാടിക്കോളൂ. അങ്ങനെ ചിത്രചേച്ചി സായന്തനം ചന്ദ്രിക എന്ന ഗാനം പാടി. പ്രിയപ്പെട്ടവരെ, ആ ഗാനം കേട്ടിട്ടാണ് നമ്മളുടെ ദാസേട്ടൻ പിന്നീട് സിനിമയ്ക്ക് വേണ്ടി പാടിയത്. പക്ഷേ രവീന്ദ്രൻ മാഷ് തിരിച്ചു വന്ന് ചിത്രചേച്ചി പാടിയ ആ ട്രാക്ക് കേട്ടപ്പോൾ ഇത് ട്രാക്കാക്കാതെ അത് ഒറിജിനലായിട്ട് കമലദളം എന്ന സിനിമയിലേക്ക് ചേർക്കുകയാണ് ചെയ്തത്. അങ്ങനെ ദാസേട്ടന് വേണ്ടി ചിത്രചേച്ചിക്ക് ട്രാക്ക് പാടാൻ ഒരു അവസരമുണ്ടായതും സായന്തനം ചന്ദ്രിക എന്ന മധുരോധരമായ ആ ഗാനമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രവീന്ദ്രൻ മാഷിൻ്റെ കഥകൾ പറഞ്ഞാൽ തീരില്ല. അത്രയധികം അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു സംഗീതജ്ഞനാണ് അദ്ദേഹം. ഒരുപാട് തേനൂലുന്ന ഗാനങ്ങൾ പറഞ്ഞാൽ തീരില്ല പ്രിയപ്പെട്ടവരെ. എന്തോരം ഗാനങ്ങൾ പറയുന്നവർ തോൽക്കുക എന്നല്ലാതെ. രവീന്ദ്രൻ മാഷിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ലാസിക് സ്പർശവും മെലഡിയും ചേർന്ന അതിസുന്ദരമായ ഗാനങ്ങൾ. ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തത്ര മോഹനമായ ഗാനങ്ങളാണ്
രവീന്ദ്രൻ മാഷ് നമുക്ക് വേണ്ടി ചെയ്തത്. ആലില മഞ്ചലിൽ നീയാടുമ്പോൾ ആടുന്നു കണ്ണായിരം, ചാഞ്ചക്കം താമരപ്പൂമിഴിയിൽ ചാഞ്ചാടും സ്വപ്നമേതു, പൊയ്കയിൽ കുളിർ പൊയ്കയിൽ പൊൻവെയിൽ നീരാടും നേരം, പൂക്കണ്ണുമായി നിൽക്കുന്നുവോ ഗോപികാവസന്തം തേടി വനമാലി, നവനവ പ്രേമോദാരനായി അണയൂ നാഥ, പനിനിലാവലയിലൊഴുകുമി അനഘരാസരാത്രിലയ പൂർണമായിത പ്രേമോദാരനായി. ആദ്യ വസന്തമേ ഈ മൂകവീണയിൽ ഒരു കിളിപ്പാട്ടുമൂളവേ മറുകിളിയേറ്റു പാടുമോ, മധുവസന്തം മഴ നനഞ്ഞു വരുമോ, ആത്മാവിൻ പുസ്തകത്താളിൽ ഇന്നുമെൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു, ഈറൻമുകിൽ മാലകളിൽ നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ നിന്നെ പ്രതീക്ഷിച്ചു നിന്നു. പ്രിയപ്പെട്ടവരെ, എത്ര പാട്ട് പറയണം, അത്രമാത്രം തേനോലുന്ന സംഗീതമാണ് അദ്ദേഹം നമുക്ക് നൽകിയത്. ഈ സിനിമാ ഗാനങ്ങൾ മാത്രമല്ല, ലളിതഗാനങ്ങളായാലും അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അതൊരു വേറെ ക്ലാസ്സാണ്. വലം ബിരിശംഖിൽ തുളസി തീർത്ഥം മലയജ കുങ്കുമം മഹാപ്രസാദം, എന്നും ചിരിക്കുന്ന സൂര്യൻ്റെ ചെങ്കതിർ ഇന്നെത്ര ധന്യതയാർന്നു, പാതിരാമയക്കത്തിൽ പാട്ടൊന്നു കേട്ടേൻ പല്ലവി പരിചിതമല്ലോ ഉണർന്നപ്പോഴാ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളുടെ ഏറെ പ്രിയങ്കരനായ രവീന്ദ്രൻ മാഷിനെ ഓർത്തു പറയുന്നത്, അമ്മ കിളിക്കൂട് എന്ന സിനിമയിൽ ഹംസാനന്ദി രാഗത്തിൽ അതിസുന്ദരമായ ഒരു ഗാനം അദ്ദേഹം ചെയ്തു. കൈതപ്രസാറിൻ്റെ വരികളാണ്. തേനോലുന്ന ആ ഗാനം, വെണ്ണക്കൽ കൊട്ടാരവാതിൽ എന്ന ആ ഗാനം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് പ്രശസ്തനായ പുല്ലാങ്കുഴൽ വാദകൻ മുത്തു ആണ്. മുത്തുവിൻ്റെ മധുരോദരമായ പുല്ലാങ്കുഴൽ വായനയിലൂടെ ആ ഗാനം ഇതാ ഒരിക്കൽ കൂടി.
ഏറെ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹീത കലാകാരനായ മുത്തുവിൻ്റെ മധുരോധരമായ പുല്ലാങ്കുഴൽ നാദത്തിൽ വെണ്ണക്കൽ കൊട്ടാരവാതിൽ എന്ന ഗാനം നിങ്ങൾ കേട്ടുവല്ലോ. ഈ ഗാനവും ഈ എപ്പിസോഡും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. NSK രാഗപരിചയത്തിൽ സംഗീതത്തിൻ്റെ പുത്തൻ വിഭവങ്ങളുമായി വീണ്ടും വരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നിലമ്പൂർ സുനിൽ.